ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എൻ്റെ ക്രിസ്മസ് ആഘോഷം എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് നടക്കാറ് കേട്ടോ. ഇപ്രാവശ്യവും പതിവ് തെറ്റാതെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഗിഫ്റ്റ് എക്സ്ചേഞ്ചും കേക്ക് കട്ടിങ്ങും എല്ലാം ഉണ്ടാവും. ഇതേപോലെ ഗിഫ്റ്റ് അടുക്കി വെക്കുക ചെയ്യുക. ഇവിടുന്നാണ് എല്ലാവരും എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവരെ ഒരു ക്വാളിറ്റി പറഞ്ഞിരിക്കണം. ഇത് എൻ്റെ ഫ്രണ്ടാട്ടോ, എനിക്ക് ഗിഫ്റ്റ് തരാൻ വരുന്ന. എന്നെക്കുറിച്ച് 2 വാക്ക് പറയും ചെയ്യും. നമുക്ക് നോക്കാം എന്താ പറയുന്നതെന്ന്. ഓ മൈ ഗോഡ്, വിളിക്കണ്ട്. ആളെന്നെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെയാണ് ഞാൻ വരുന്നത്, എനിക്ക് ഗിഫ്റ്റ് തരുന്നതൊക്കെ. ഇനി എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിനെ കുറിച്ച് ഞാനും കുറച്ച് പറയണ്ടേ. എന്തായാലും ഒരാളെ ക്വാളിറ്റി എന്തെങ്കിലും പറയണം. അങ്ങനെ അത് പറഞ്ഞാലേ ഞങ്ങൾക്ക് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവർ ഗെസ് ചെയ്തെടുക്കണം നമുക്ക് ആരാന്നുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞത് വെച്ച് ആളെ ഗെസ് ചെയ്താട്ടോ എല്ലാവരും. അത് ശരിയാവും ചെയ്തു. എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് അന്ന് ഞാൻ ഗിഫ്റ്റ് കൊടുത്തു. ഇനി എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഞാൻ ആർത്തി പിടിച്ച് തലങ്ങും വിലങ്ങും പൊളിച്ചെടുക്കുക കേട്ടോ. ആദ്യം തന്നെ മിഠായിയൊക്കെ ഞാൻ പോക്കറ്റിൽ വെച്ച്. കാരണം മിഠായി അധികം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണില്ല, എല്ലാവരും വന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നുള്ളത് ഉറപ്പാണ്. ആൾ തന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. ഈ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് കേക്ക് കട്ടിങ്ങും ഉണ്ടാവും. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഡ്യൂട്ടിയിലായിരുന്നു കേട്ടോ. എല്ലാവർക്കും എപ്പോഴും ഈ ഹോസ്പിറ്റലിലാകുമ്പോൾ ഒരുമിച്ച് പങ്കെടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ആരെങ്കിലും വേണ്ടേ. അങ്ങനെ ഞാൻ എൻ്റെ ഗിഫ്റ്റൊക്കെ പൊളിച്ച് ഗിഫ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. അതിൽ ഡ്രസ്സിനേക്കാളും കൂടുതൽ എൻ്റെ കണ്ണ് പോയത് അതിൻ്റെ മുകളിലേക്ക് തന്നെയാണ്. അത് വേഗം നേരത്തെ പോലെ തന്നെ വേഗം എടുത്ത് മാറ്റി വെച്ച്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ അധിക സമയം ഇവിടെ വെക്കാൻ പറ്റില്ല, വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നുപോലും നമുക്ക് കിട്ടില്ല. പിന്നെ ആളൊരു ക്രോപ്പ് ടോപ്പായിരുന്നു വാങ്ങിയത്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കളറായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് അതൊക്കെ എടുത്ത് വെക്കണം, കാരണം നമുക്ക് ബാക്കിയുള്ള സെലിബ്രേഷനൊക്കെ കാണണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചുറ്റും നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്രിസ്മസിൻ്റെ സമയത്ത് ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. അത്ര അടിപൊളിയായിട്ടാണ് ഇവർ ഈ ലൈറ്റും ബാക്കിയൊക്കെ സെറ്റാക്കിയിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാ പരിപാടിക്കും ഒരുമിച്ച് കൂടാൻ കഴിയാറേ ഇല്ല. അതൊരു വിഷമമുള്ള കാര്യമാണ്, കുറ്റമായിട്ട് പറയല്ല, പക്ഷേ ഒരുപാട് വിഷമമുള്ള കാര്യം കൂടിയാണ്. കാരണം എപ്പോഴാണെങ്കിലും ഒരാൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വേണം, അല്ലാതെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു പരിപാടി അറ്റൻഡ് ചെയ്യാനൊന്നും കഴിയില്ല. മാറി മാറി നിന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ കേട്ടോ. ചെറിയ രീതിയിലൊരു വിഷമം ഉണ്ടെങ്കിലും പിന്നെ ഒരു സന്തോഷമല്ലേ, അത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളെ ക്രിസ്മസ് എങ്ങനെയാണ്? ഇതേപോലെ തന്നെയാണോ? അവർക്കറിയാം വിഷമമൊക്കെ. അപ്പോൾ ഓക്കെ, ബൈ.